മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രികൂന നജസ്. ഇത് 2-3 ആഴ്ച ആയിട്ടിപ്പം പലയിടത്തും കാണുന്നുണ്ട്. മുശ്രിക്കാക്കി, ഇതിനെ മറുപടി പറയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നതാണ്. കാരണം വയനാടിലെ അപകടം, ദുരന്തം, ഇപ്പോൾ ഇയാളെ ഈ ചെങ്ങായിൻ്റെ പ്രസംഗവും രണ്ടും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടം ഈ പ്രസംഗമാണ്. ജനങ്ങൾക്കിടയിൽ ചേരിതിരിവും ഫിത്നയും ഉണ്ടാക്കുന്നത് കൊലപാതകത്തേക്കാൾ വലിയ പാതകമാണെന്ന് ഹദീസിലുണ്ടല്ലോ. അതുണ്ടല്ലോ ഹദീസിൽ. ആ ഹദീസ് കാണാതെ നിങ്ങൾ ഈ ഹദീസാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ മുശ്രിക്കായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മുശ്രിക്കാണ്, നജസാണെന്ന് പറയാൻ പറ്റുമോ? അതാണോ ഇസ്ലാമിൻ്റെ ശൈലി? ആണെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായ സമീപനമല്ലേ? അത് പ്രസംഗത്തിൽ വേണ്ടേ? നമ്മുടെ പെരുമാറ്റത്തിൽ വേണ്ടേ? സത്യം എന്താവട്ടെ, സത്യം ഏതാണ് തെറ്റേതാണെന്ന് നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സംസാര ശൈലിയും നമ്മുടെ പ്രസംഗ ശൈലിയൊക്കെ മാറ്റണം. ഇവിടെ സമൂഹം സൗഹാർദ്ദപരമായി ജീവിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഇത്തരം ആളുകൾ, ഞാൻ പറഞ്ഞതുപോലെ വയനാട്ടിലെ ഏറ്റവും വലിയ അതിനേക്കാളും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇയാളെ പ്രസംഗവും ഈ ശൈലിയൊക്കെ. പിന്നെ നിങ്ങൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മുശ്രിക്ക് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ മുശ്രിക്കീങ്ങളല്ലാത്തതുകൊണ്ടാവണം നിങ്ങളോട് വിശദീകരണം തേടിയിട്ടുണ്ടാവുക. അതിന് വിശദീകരണം കൊടുത്തായിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ സത്യത്തിൽ മനുഷ്യനുള്ളിടത്തോളം കാലം തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരും, വേദി ഒരുക്കേണ്ടി വരും, സംവാദങ്ങൾ നടത്തേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സംസാരത്തിലെ ആ ഒരു തീവ്രത കുറക്കുക. ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കെതിരെ തീവ്രവാദികൾ അണിയറയിൽ പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. അത്തരക്കാർക്ക് നിങ്ങളുടെ പ്രസംഗം തീർച്ചയായും രേണിയാകുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആവശ്യമാവുന്ന മുറക്ക് ചോദിച്ച ആളുകൾക്ക് വിശദീകരണം കൊടുത്ത് അതിലെ സുതാര്യത നിങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. കേരളത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷം ഒരു കാരണവശാലും നശിപ്പിക്കുന്ന രീതിയിൽ, തകർക്കുന്ന രീതിയിലുള്ള വാക്കുപ്രയോഗങ്ങളോ പ്രസംഗവേദികളോ നമ്മുടെ കേരളത്തിലുണ്ടായിക്കൂടാ. അത് നമുക്ക് തന്നെയാണ് ആപത്ത്, രാജ്യത്തിന് തന്നെയാണ് ആപത്ത്, നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് ആപത്ത്, നമ്മുടെ വിശ്വാസങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കുമാണ് ആപത്ത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് സൗഹാർദ്ദം ചിന്തിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. മൈക്ക് കിട്ടുമ്പോൾ മുന്നിൽ കയറി നിന്ന് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ മുശ്രിക്കാക്കാൻ എന്തൊക്കെയാണ് അളവുകോലുകൾ, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുകൂടി സമൂഹത്തെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുന്നി മുജാഹിദ് തർക്കങ്ങളും വിവാദങ്ങളും സംവാദങ്ങളും കേരളത്തിൽ നടക്കാറുണ്ട്. അതിനിയും നടക്കേണ്ടതുണ്ട്. എല്ലാം ആരോഗ്യപരമായി നടക്കണമെന്ന് മാത്രം, സൗഹാർദ്ദപരമായി നടക്കണമെന്ന് മാത്രം. അതുവഴി ഒരു സൗഹാർദ്ദവും കേരളത്തിൽ തകർന്നുകൂടാ.